അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും കാണുന്നത് എന്താണ്? ഹദീസ് നിഷേധികളാണ്, അഖ്ലാനികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സിഹർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞ ഹദീസ് അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹവക്ക് യോജിക്കുന്നില്ല. അതെങ്ങനെയാ? അപ്പോ അതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നോ, നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്വീകരിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് കീഴ്പ്പെടണം. അതുപോലെ തന്നെ ഈച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഖത അദ്ദുബാബു ഫീ ഇനാഇ അഹദികും ഫൽയഗ്മിസ്ഹു. നിങ്ങളുടെ പാത്രത്തിൽ എന്ത് ചെയ്യുക? ഈച്ച ആരുതെങ്കിലും പാത്രത്തിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയഗ്മിസ്ഹു കുല്ലഹു, അവൻ അതിനെ പൂർണ്ണമായിട്ട് മുക്കട്ടെ. സുമ്മ ലിയൻസിഅഹു, പിന്നെ അതിനുശേഷം അവൻ എന്ത് ചെയ്യട്ടെ? അതിനെടുത്ത് കളയട്ടെ. ഫഇന്ന ഫീ ഇഹ്ദാ ജനാഹൈഹി ദാഅൻ വൽ ഉഖ്റാ ശിഫാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഒരു ചിറകിൽ എന്തുണ്ട്? അതിൽ രോഗമുണ്ട്, മറ്റേ ചിറകിൽ എന്തുണ്ട്? അതിനുള്ള ശിഫ ഉണ്ട്. ഇത് ബുഖാരിയുള്ള ഹദീസാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്. അപ്പൊ ഇവർക്ക് ഇത് എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നത്? എങ്ങനെ ഒരു ചിറകും മറ്റു ചിറകും തമ്മിൽ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ? അപ്പൊ പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ പ്രാണികൾ എടുത്ത് നോക്കിയാൽ ഈച്ചന്റെ ഒരു ചിറകൊന്നും മറ്റു ചിറകിലേക്ക് എത്ര സെന്റിമീറ്റർ ഉണ്ടാവും? സെന്റിമീറ്റർ തന്നെ ഉണ്ടാവും, അല്ലാഹു അഅലം. അപ്പൊ ഇതെങ്ങനെയാണ് ഒന്നില് ശിഫ ഉണ്ട്, ഒന്നില് മറദുണ്ട് എന്ന് പറയാ? അതും നമുക്ക് ചിന്തിക്കാൻ ശരിയാകുന്നില്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ നിഷേധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ നമ്മൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ആരെങ്കിലും 7 ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ, അജ്വ ഈത്തപ്പഴം, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ ഏത് ഈത്തപ്പഴമാണെങ്കിലും അവനെന്താണ്? അത് സംരക്ഷണമാണ് ഈ സിഹറിൽ നിന്നും മരണത്തിൽ നിന്നും. അതുപോലെ തന്നെ പല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാരണങ്ങളും പറഞ്ഞു അതിൽ. അപ്പൊ അവര് ചോദിക്കുന്നത് എങ്ങനെയാ ശരിയാവാ? അപ്പൊ ആരെങ്കിലും വിഷം കുടിച്ചതിന് ശേഷം ഇത് തിന്നു കഴിഞ്ഞാൽ പോവോ? ഇതൊക്കെ എന്താണ്? ഇവന്റെ ഹവനോട് യോജിക്കണം, അവന്റെ ബുദ്ധിനോട് യോജിക്കണം, എന്നാൽ മാത്രം അവൻ സ്വീകരിക്കുള്ളൂ. അതുപോലെ തന്നെ ഹജറുൽ അസ്വദിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇന്നമാ സവ്വദത്ഹു ഖതായ ബനി ആദം എന്നാണ്. തീർച്ചയായും അത് സ്വർഗത്തിൽ നിന്നും എന്താണ്? വെള്ള കളറായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ആദം സന്തതികളുടെ പാപമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അത് കറുത്തിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളൊക്കെ കാലത്ത് ഇത് ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ സാലിഹീങ്ങളല്ലേ? അപ്പൊ അവർ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വെളുക്കില്ലേ? ഇതൊക്കെ എന്താണ്? ബുദ്ധിക്ക് അവർ യോജിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വീകരിക്കില്ല. അതാണ് അവരുടെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് വെള്ള കളറിലാണ് ഇറങ്ങിയത്, സ്വർഗത്തിൽ നിന്നുള്ള കല്ലാണത്, അത് കറുത്ത കളറാവാൻ കാരണം ഇതാണെന്ന് പറഞ്ഞാൽ എന്ത് മതി? അത് വിശ്വസിച്ചാൽ മതി. പിന്നെ ഹബ്ബത്ത് സൗദാനെ പറ്റിയിട്ട് പറയുമ്പോൾ അതിനും കളിയാക്കും. മരണം ഒഴിച്ച എല്ലാ കാര്യത്തിലും ശിഫ ഉണ്ടെന്ന് പറയും. അപ്പോൾ പറയാം പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ പോണത്? യാ സുബ്ഹാനല്ലാഹ്. അതൊക്കെ എന്താണ്? വളരെ അപകടം പിടിച്ചിട്ടുള്ള കാര്യമാണ്. ഹദീസിനെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കുഫ്ര എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്.